നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ സഞ്ജു സാംസന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടരുകയാണ്. നാലാം T20യിലും ഷോർട്ട് ബോൾ കെണിയിൽ സഞ്ജു പുറത്തായി. ഒരുപാട് പ്രതീക്ഷ വച്ചിരുന്ന നാലാം T20യിലും ഷോർട്ട് ബോൾ കെണിയിലാണ് സഞ്ജു പുറത്തായത്. 3 പന്ത് നേരിട്ട താരം 1 റൺസ് മാത്രമെടുത്താണ് പുറത്തായത്. ആദ്യ 3 മത്സരത്തിലും സഞ്ജു സാംസൺ ജോഫ്ര ആർച്ചറുടെ ഷോർട്ട് ബോൾ കെണിയിലാണ് വീണത്. എന്നാൽ നാലാം മത്സരത്തിൽ സാഖിബ് മഹ്മൂദാണ് സഞ്ജുവിന്റെ വിക്കറ്റ് പിഴുതത്. ആദ്യ 3 മത്സരങ്ങളിലും ആവർത്തിച്ച അതേ പിഴവ് തന്നെയാണ് സഞ്ജു ഇപ്പോഴും കാട്ടുന്നത്. ആദ്യ ഓവറിൽ മോശം ഷോട്ടുകൾക്ക് ശ്രമിക്കാതിരുന്ന സഞ്ജു രണ്ടാം ഓവറിന്റെ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് തുലയ്ക്കുകയായിരുന്നു. ലെഗ് സൈഡിൽ അല്പം ഷോട്ടായി എത്തിയ പന്തിൽ സഞ്ജു ഷോട്ടിന് ശ്രമിച്ചപ്പോൾ ബൗണ്ടറി ലൈനിൽ ബ്രൈഡൻ കാഴ്സിന്റെ കയ്യിൽ അവസാനിക്കുകയായിരുന്നു ആ ഇന്നിങ്സ്. തീർത്തും ദുർബലമായ ഷോട്ടായിരുന്നു ഇതെന്ന് പറയാതിരിക്കാൻ വയ്യ. പേസ് ബോളർമാർക്ക് മുന്നിൽ പതറുന്ന താരമല്ല സഞ്ജു സാംസൺ. അദ്ദേഹത്തിന്റെ കണക്കുകളിൽ നിന്നും ഇത് വ്യക്തമാണ്. എന്നാൽ ഇംഗ്ലണ്ട് പരമ്പരയിൽ ആത്മവിശ്വാസത്തോടെ കളിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നില്ല. 26, 5, 3, 1 എന്നിങ്ങനെയാണ് 4 മത്സരത്തിലെ സഞ്ജുവിന്റെ സ്കോർ. 4ൽ 3 മത്സരങ്ങളിലും ഒറ്റയക്കത്തിലാണ് സഞ്ജു പുറത്തായത്. ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും സെഞ്ചുറികളോടെ മിന്നിച്ച സഞ്ജുവിനെ കളത്തിൽ കാണാനാകുന്നില്ല. സഞ്ജുവിന്റെ ശരീരഭാഷ പോലും പോസിറ്റീവല്ല. ജോഫ്ര ആർച്ചറുടെ ആദ്യ ഓവറിലെ വെല്ലുവിളി സഞ്ജു മറികടന്നിരുന്നു. അഭിഷേക് നായർ ആർച്ചറെ ഒരു 4ഉം 6ഉം പറത്തിയത് സഞ്ജുവിന് ആത്മവിശ്വാസവും നൽകിയിരുന്നു. എന്നാൽ തൊട്ടടുത്ത ഓവറിലെ ആദ്യ പന്തിൽ തന്നെ സഞ്ജു ഷോർട്ട് ബോൾ കെണിയിൽ വീഴുകയായിരുന്നു. ആദ്യ മത്സരത്തിലെ പുറത്താകലിന്റെ സമാനമായ രീതിയിലാണ് 4ാം മത്സരത്തിലും സഞ്ജു മടങ്ങിയിരിക്കുന്നത്. ഇതേ നിലവാരത്തിൽ സഞ്ജുവിന് അധിക നാൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സഞ്ജുവിന്റെ ഇംഗ്ലണ്ട് പരമ്പരയിലെ മോശം പ്രകടനത്തിന് കാരണം സമീപകാലത്തുണ്ടായ വിവാദങ്ങളാണെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തഴയപ്പെട്ടതും കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള ഉടക്കുമെല്ലാം സഞ്ജുവിനെ കാര്യമായിട്ടാണ് ബാധിച്ചത്. ഇത് സഞ്ജുവിന്റെ ശ്രദ്ധ നഷ്ടപ്പെടുത്തിയെന്നും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിയെന്നും പറയാം. എന്തായാലും ആരാധകരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് സഞ്ജു ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. പരിശീലകൻ ഗൗതം ഗംഭീറിന്റെയും നായകൻ സൂര്യകുമാർ യാദവിന്റെയും പിന്തുണയാണ് സഞ്ജുവിനെ ഓപ്പണിംഗിലേക്ക് എത്തിച്ചത്. എന്നാൽ തീർത്തും നിരാശപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇവർ കൈവിടാൻ സാധ്യതകൾ ഏറെയാണ്. സഞ്ജുവിന് പഴയ ടൈമിംഗ് കണ്ടെത്താൻ കഴിയുന്നില്ല. ഷോട്ട് തിരഞ്ഞെടുപ്പിലെ പാളിച്ചയും സഞ്ജുവിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 5ാം മത്സരത്തിൽ സഞ്ജു കളിക്കുമോ എന്നത് കണ്ടു തന്നെ അറിയണം. 2ാം ഓവർ എറിയാനെത്തിയ സാഖിബ് മഹ്മൂദ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ ഞെട്ടിക്കുകയായിരുന്നു. 3 വിക്കറ്റുകളാണ് ഒരു ഓവറിൽ വുഡ് വീഴ്ത്തിയത്. ആദ്യ പന്തിൽ സഞ്ജുവിനെ പുറത്താക്കിയ സാഖിബ് മഹ്മൂദ് തിലക് വർമ്മയെ ഗോൾഡൻ ഡക്കാക്കി. നായകൻ സൂര്യകുമാർ യാദവിനെയും സാഖിബ് മഹ്മൂദ് മടക്കുകയായിരുന്നു. 1 റൺസ് പോലും വഴങ്ങാതെയാണ് സാഖിബ് മഹ്മൂദിന്റെ തകർപ്പൻ ബോളിംഗ്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ ദൗർബല്യത്തെ കൃത്യമായി മുതലാക്കാൻ മഹ്മൂദിന് സാധിച്ചു എന്ന കാര്യമാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും തട്ടകത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനം പ്രതീക്ഷിച്ച നിലവാരത്തിലൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. സൂപ്പർ താരങ്ങൾ അടക്കം ഫ്ലോപ്പാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് മുന്നിൽ ആശങ്കകളും ഏറെയാണ്. സഞ്ജുവിന്റെ ഓപ്പണർ സീറ്റ് തെറിക്കാനുള്ള സാധ്യത ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം. അടുത്ത മത്സരം നിർണായകമാണ്. 5ാം മത്സരത്തിൽ ഇനി സഞ്ജു ഉണ്ടാകുമോ, അതോ ഒരു പ്രാവശ്യം കൂടെ അവസാന അവസരം എന്ന നിലയിൽ സഞ്ജുവിന് ഒരു അവസരം കൂടി കൊടുക്കുമോ, അതുമല്ലെങ്കിൽ ഇത്രയും മോശം പ്രകടനം കാഴ്ചവെച്ച സഞ്ജുവിനെ ഇനി ഒഴിവാക്കുമോ എന്നതെല്ലാം തന്നെ കാത്തിരുന്ന് കണ്ടറിയേണ്ട കാര്യമാണ്.